안녕하세요. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ചായയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചായ കുറേ നേരം അവിടെ വെച്ചു. ഫോൺ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എടുത്തു. പിന്നെ യൂട്യൂബ് എടുത്തു. അതിൽ നിന്ന് കുറേ വീഡിയോ കണ്ട് പോയി. ചായ കുടിക്കാൻ വരെ ഞാൻ മറന്നുപോയി. പിന്നെ ഒറ്റയടിക്ക് ചായ എടുത്ത് കുടിച്ചു. അപ്പോൾ രാവിലെ തൊട്ട് എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ചായ കുടിക്കുന്ന അങ്ങനത്തെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. പക്ഷേങ്കിലും രാവിലെ തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്നുണ്ട്. ഈ സെയിം ക്ലിപ്സൊക്കെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും നേരം എടുത്ത സെയിം ക്ലിപ്സൊക്കെ ഷോർട്സിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇൻട്രോ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ എന്തായാലും ലോങ് വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് കുറേ പ്രിവ്യൂ പോലത്തെ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, TV കണ്ടു, അതിൽ നിറം മൂവി ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് രാവണപ്രഭു മൂവി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഇപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയതിൽ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതെന്താണെന്ന് ചോദിച്ചാൽ കൊറിയനിലൊക്കെ ആൾക്കാരിങ്ങനെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കത്തില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ കിട്ടുന്ന നൂഡിൽസൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാനങ്ങനെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നും അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് ഇച്ചിരി വെള്ളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് മസാലയൊന്നും കറക്റ്റ് അങ്ങനെ ആ നൂഡിൽസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ മുടി കുളിച്ച് ഇന്ന് വൃത്തിയായിട്ട് മുടി ഒന്ന് കുളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്കൂളിൽ രാവിലെ പോകുന്ന ദിവസങ്ങളിൽ പണ്ട് ഞാൻ എപ്പോഴും തല കുളിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പഠിക്കുന്ന അങ്ങനെ ആരും രാവിലെ തല കുളിക്കാറില്ല. കാരണം കെട്ടിക്കൊണ്ടൊക്കെ പോകേണ്ടതുകൊണ്ട് അങ്ങനെ തല കുളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ തല കുളിക്കാതെ എല്ലാവരെയും കൂട്ട് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് വന്നിട്ട് താമസിച്ച് കുളിക്കുന്നതുകൊണ്ട് സന്ധ്യയൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നേരവും തല കുളിക്കാറില്ല. അപ്പോൾ തല വളരെ കുറവാണ് ഈ കുറച്ച് നാളായിട്ട് നനച്ചതിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വൃത്തിയായിട്ട് രാവിലെ തന്നെ തല ഒക്കെ കുളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനവും സന്തോഷമൊക്കെ മുഖത്തുണ്ട്. ഓക്കെ, അപ്പം അത്രയൊക്കെയുള്ളൂ ഒരു ഇൻട്രോയിൽ പറയാനായിട്ട്. ഞാൻ സാധാരണ ഇൻട്രോ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകും, അത്രയും ഞാൻ കൊണ്ടുപോകുന്നില്ല ഇപ്പോഴും, എന്നാലും വലിച്ചു നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. നമുക്ക് നേരെ ഒരു വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനിപ്പം 2K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ അതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. പിന്നെ ലോങ് വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് 1K ആണ് വന്നിട്ടുള്ളത്. സത്യമായിട്ടും എനിക്ക് നേരത്തെ ഇത്രയും കിട്ടിയിട്ടേ ഇല്ല. ഇത്രയും വ്യൂസൊന്നും നേരത്തെ ചാനലിലും ഈ ഒരു ചാനലിൽ തന്നെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ആ ഒരു 1K കിട്ടിയ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 1 ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ എത്രയൊന്നും പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. 1K വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ഇപ്പോഴും. പിന്നെ ഷോർട്സിന് കുറേ വീഡിയോസിനൊക്കെ 700-600 വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് തോന്നിയേക്കാം, പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്, ആ ഒരു ഹെയർ കട്ട് ചെയ്ത വ്ളോഗിലും ഇത്രയും തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മുടി, ഇപ്പോഴും ഇത്രയും തന്നെ ഉണ്ട് എൻ്റെ മുടി. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഇത് വളരെ പെതുക്കെയാണ് വളരേണ്ടത്, പക്ഷേ ഇത് പെട്ടെന്ന് വളർന്നോന്ന് എനിക്കൊരു സംശയം. അതോ തല കുളിച്ചിട്ടുള്ളതുകൊണ്ടാണോ? കുറച്ച് കഴിയുമ്പോൾ അത് ഇത്രയും ആയിക്കോളും, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ മുടി ഇത്തിരി ചുരുണ്ടതായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കട്ടൊന്നും അല്ലായിരുന്നു അന്ന് വെട്ടിയത്. ഞാൻ ലെയർ കട്ടായിരുന്നു കഴിഞ്ഞ 2 തവണ പോയപ്പോഴും വെട്ടിയത്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണ് വെട്ടിയത്. ഞാൻ അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിച്ചു, പക്ഷേ എൻ്റെ മുടി അതിനെന്നെ സമ്മതിച്ചില്ല. പക്ഷേ സാരില്ല, കുറച്ച് കാലം കൂടെ ഒക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, പന്തലല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് ടോട്ടൽ വ്യൂസ് നമുക്കിങ്ങനെ നോക്കാൻ പറ്റുമല്ലോ, ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, അത് 10,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് അത്രയൊന്നും പോയിട്ടില്ല. 10K എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ ഒരിത്. താങ്ക് യു സോ മച്ച് എവ്രി വൺ, എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. നമുക്കിനി വീണ്ടും വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് കാണിക്കാനല്ല വന്നത്. ഇവിടെയൊക്കെ ഇട്ട മൈലാഞ്ചി പോയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ ചാനലുണ്ട്, ക്രാഫ്റ്റ് സ്റ്റോറീസ് ബൈ ഇസ്ര തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഒരു ചാനലുണ്ട്. അപ്പോൾ എനിക്ക് ചാനൽ ഒരുപാട് ഇഷ്ടപ്പെട്ട്
ഇസ്ര എന്നാണ് പേരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 8th പഠിക്കുന്നതെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇസ്ര എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇസ്ര നല്ലപോലെ പ്ലാനർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ വരയ്ക്കും, അതൊക്കെ ചെയ്യും. പിന്നെ സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ മെയിനായിട്ടും ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ മോട്ടിവേഷനായി. ഞാൻ പണ്ട് ഇങ്ങനെ പ്ലാനറൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ അടുക്കി വെച്ചേക്കുന്ന കുറച്ച് ബുക്സിൽ എൻ്റെ പ്ലാനറൊക്കെ ഉണ്ട്. അത് ഞാനിങ്ങനെ വരച്ച് വെക്കും. കുറേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ മടിക്കും, വരച്ച് മാത്രം വെക്കത്തേ ഉള്ളൂ. പിന്നെ ചെയ്യാതെ വന്നു. ഇപ്പം ഞാൻ ചെയ്യാറേ ഇല്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ പ്ലാനർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരാഗ്രഹം. എന്ന് വെച്ചാൽ ജൂണിൽ അവളാണെങ്കിൽ നല്ലൊരു ഏതാണ് തീമെന്ന് ഞാൻ മറന്നുപോയി. വീണ്ടും ലെമണാന്ന് തോന്നുന്നു. ലെമൺ ഒക്കെ പോലെ വെച്ചിട്ടൊരു തീം ചെയ്തു. ജൂലൈയിൽ ഇപ്പം ഹണി ബീ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനൊന്നും എത്തത്തില്ലെങ്കിലും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്ലാനർ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ പ്ലാനർ വീണ്ടും ഒന്ന് കൊണ്ടുവരണം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യാനുള്ള പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് ആ ചാനൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്കെല്ലാം ഷോർട്സൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഷോർട്സാണ് മെയിനായിട്ടും കണ്ടത്. അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നത്. ഇതൊരു ഇൻട്രോ ക്ലിപ്പ് അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ആംഗിൾ മാറ്റിയിട്ട് പിന്നെ ഈ ഒരു സെയിം പ്ലേസിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇൻട്രോ ക്ലിപ്പാണെന്ന്. പക്ഷേ അല്ല, അത് ഞാൻ അവിടെ വെച്ച് നിർത്തി വലിച്ചു നീട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്ലാനേഴ്സിനെ പറ്റിയാണ്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു ഒരു 5-6 വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഫസ്റ്റായിട്ട് ഞാൻ പ്ലാനർ ചെയ്യുന്നത് ഒരു പ്ലെയിൻ ബുക്കിലാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡയറി എടുത്തു. അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഡയറിയിൽ ഒരു പകുതി വരെയൊക്കെ ചെയ്തപ്പോഴാണ്, അതായത് ഞാൻ 8th കയറുന്ന വെക്കേഷൻ ഏപ്രിൽ മെയ്, ആ ഒരു സമയത്താണ് BTSനെ പറ്റി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ BTSനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിപ്പോൾ പറഞ്ഞാൽ വീണ്ടും ലെങ്ത്തൊക്കെ കൂടി പോവും. അപ്പോൾ ഞാൻ അത് വേറൊരു വീഡിയോയിൽ BTSനെ പറ്റി മാത്രമായിട്ട് പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് BTSനെ പറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. ആ സമയത്ത് തന്നെ ശരിക്കും ഞാൻ പേരും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് പേരൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പേരൊക്കെ പഠിച്ചു. പിന്നെ അവരുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി, പാട്ടുകൾ കേട്ട് തുടങ്ങി. അപ്പോൾ അവരെ പറ്റിയുള്ള ഫാക്റ്റ്, ഫണ്ണി മൊമെൻറ്റ്സ്, അല്ലാത്തുള്ള മൊമെൻറ്റ്സ്, അവാർഡ്സ്, കാര്യങ്ങൾ, ഡേറ്റ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഒരു പ്ലാനർ ഡയറിക്കകത്തായിരുന്നു അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഓൾമോസ്റ്റ് ഫില്ലായി. പിന്നെ ഞാൻ വേറൊരു ബുക്ക് BTSന് വേണ്ടി മാത്രം എടുത്തു. അതും ഫില്ലായി. ആ സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ആ ഒരു ജേർണൽ സെറ്റ്, ബ്ലൂ തീമിലുള്ള ജേർണൽ സെറ്റ്. ബ്ലൂ തീമല്ല, ഒരു സ്പേസ് ബട്ടർഫ്ലൈ തീമിൽ വരുന്നത്. പിന്നെ സ്റ്റിക്കറില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സ്റ്റിക്കർ സെറ്റ്, അതും കുറച്ച് നോട്ട്ബുക്സാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനാണ് ഈ ഒരു ഓർഡർ ചെയ്ത കാര്യം ഞാൻ ഇവിടെ എടുത്തിട്ടത്. അപ്പോൾ BTSന് വേണ്ടി ഞാൻ ഒരു ബുക്കും അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ബുക്സാണ് ഞാൻ ആ ഒരു സമയത്ത് വാങ്ങിച്ചത്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഇപ്പോൾ BTSൻ്റെ ബുക്കിൽ തന്നെ BTSൻ്റെ കാര്യങ്ങൾ എഴുതാമെന്ന് പറയുമ്പോൾ നല്ലതായിരിക്കുമല്ലോ. പക്ഷേ ഇതെനിക്ക് അധികം ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻട്രോ പേജൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. കുറച്ച് പേജസ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി സമയം കിട്ടുമ്പോൾ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബുക്ക് ഇതായിരിക്കും കേട്ടോ എപ്പോഴും. പിന്നെ അടുത്തതായിട്ട് ഒരു സ്പൈറൽ നോട്ട് ബുക്ക് തന്നെയാണ്. ഇത് റൂൾഡാണ്, അതും റൂൾഡ് തന്നെയാണ്. ഇതിൽ ഞാൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. കുറേ മ്യൂസിക് എഴുതിയിട്ടുണ്ട്, ഇനി കുറേ എഴുതാനുണ്ട്. കാരണം എനിക്ക് നേരത്തെ കുറേ മ്യൂസിക് ബുക്കുണ്ട്, പക്ഷേ അതൊക്കെ കീറിപ്പോയി. അപ്പോൾ അതിലുള്ള പാട്ടൊക്കെ ഇതിനകത്തേക്ക് ഇനി പകർത്തണം. അത് കുറേയൊക്കെ പകർത്തി ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബുക്സാണ്. നല്ല പേജസ്, നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ പേജസ് എന്ന് പറയുമ്പം. ഈ ഒരു ബുക്കാണ് ഞാനിപ്പോൾ പകുതി മുക്കാലും യൂസ് ചെയ്തത്, ഈ ഒരു നീല കളറ്. പിന്നെ ഇതിൽ 4 എണ്ണമാണ് വരുന്നത്. 200 സംതിങ് അത്രേ ഉള്ളൂ 4 എണ്ണത്തിനും കൂടെ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. പിന്നെ 2 എണ്ണം ഞാൻ ഒരെണ്ണം ഡിവൈനിക്കും ചേച്ചിക്കും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനം ഇരുന്നാൽ ഞാൻ ഉപയോഗിക്കത്തില്ല, സത്യമായിട്ട് ഞാൻ ഉപയോഗിക്കത്തില്ല. പക്ഷെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. ഇത് ഞാൻ പകുതി മുക്കാലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2026 ജനുവരിക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്തു. പിന്നെ പ്ലാനർ ഞാൻ ചെയ്തിട്ടേയില്ല. അതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത പ്ലാനർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാനത് ചെയ്തത്. പകുതി മുക്കാലോളം ഞാൻ ചുമ്മാ ഇങ്ങനെ MT നോട്ട്ബുക്ക് ഐഡിയാസ് പോലൊക്കെ ട്രൈ ചെയ്തിട്ട് പ്ലാനർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആകെ 1 മാസത്തെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നിർത്തി. പിന്നെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ
അപ്പോൾ ഇതിനകത്ത് പ്ലാനർ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ച് ഈ ഒരു ബുക്ക് എടുത്തു. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ ഓൾറെഡി ഒരു മെമ്മറി ബുക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മെമ്മറി എന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കിത് പ്ലാനറായിട്ട് എടുക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അപ്പോൾ വേറെ ബുക്കും ഇല്ല. അപ്പോൾ പിന്നെ എന്നാൽ ഇത് തന്നെ പ്ലാനറായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് അങ്ങോട്ടൊരു മനസ്സില്ല ഈ ഒരു ബുക്ക് എടുക്കാൻ. ഇത് ഓൾറെഡി ഒരു മെമ്മറി ബുക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി എനിക്കൊരു പ്ലെയിൻ ബുക്ക് തപ്പണം. ഒരു പ്ലെയിൻ ബുക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ അതിൽ പ്ലാനർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും എത്തിയത്. പിന്നെ എൻ്റെ പ്ലാനേഴ്സിനെ പറ്റിയുള്ള എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു ഡയറിയും പിന്നെ BTSന് വേണ്ടി മാത്രം എഴുതി തീർത്തൊരു ബുക്കും കാണിച്ചില്ല. ആ ഒരു ഡയറി ഇതിൽ ഫുൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഫുൾ ഞാൻ എഴുതി തീർത്തിട്ടുണ്ട്. 2025 വേണ്ടിയുള്ള പ്ലാനറായിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നിനു ഷാജി, അതായത് നിനു താത്ത എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ നിനു താത്ത, ഓക്കെ, ചേച്ചി, എനിക്ക് ചേച്ചിയെ പറ്റുള്ളൂ. അപ്പോൾ നിനു ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാനർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മെയ് ആ ഒരു സമയത്തായപ്പോഴത്തേക്കും ഞാൻ BTSൻ്റെ കംപ്ലീറ്റ് ഫാനായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് ഞാൻ ശരിക്കും ഒരു സ്ട്രോങ് BTS ആർമി ഗേളായത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ BTS ജീവനാണ്. ഓക്കെ, പിന്നെ അതേ ഫുൾ BTSൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫുൾ BTSൻ്റെ കാര്യങ്ങളാണ്. പിന്നെ മെയ് പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങൾ BTSൻ്റെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ ഞാൻ ഈ ഒരു ഡയറി ഫില്ല് ചെയ്തു. അതിനുശേഷം ഈ ഒരു BTSന്ന് കവർ പേജ് വരെ കൊടുത്ത ഒരു ബുക്ക് ഞാൻ എടുത്തു. പക്ഷേ ഇതിൽ വെള്ളം വീണപ്പോൾ ഇത് കുളവായി പോയി. എങ്കിലും സാരമില്ല, ഞാൻ ഈ ഒരു ബുക്കും ഫുൾ എഴുതി തീർത്തു, BTSനെ പറ്റി മാത്രം. പിന്നെ ഞാനിത് ജസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബുക്കാണ്. ഇതിനകത്ത് നല്ല പേജസ് ഉണ്ട്, ഇപ്പോഴും കുറേ പേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുക്കാണ്. ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബുക്ക് ഇതാണ്. ഇതിൽ ഞാൻ പിന്നെ BTSൻ്റെ കാര്യങ്ങളും കൊറിയനും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിൽ ഫുള്ള് അറംഷുക, ജെഹോബ്, ജിൻ, ജങ്കുക്, ബി, ജിമിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബുക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും പ്ലാനിങ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ പ്ലാനേഴ്സായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ കൂടി കംപ്ലീറ്റ് ചെയ്തത് ആദ്യം ചെയ്ത ഒരു പ്ലെയിൻ ബുക്കാണ്. പക്ഷെ അതെവിടാന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാനൊരു പ്ലെയിൻ ബുക്ക് കിട്ടുകയാണെങ്കിൽ പ്ലാനർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും TV ഒക്കെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 2 കൺട്രീസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ക്യാരറ്റ് മെഴുക്കുവരട്ടി, പിന്നെ അച്ചാർ, മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ക്യാരറ്റ് അങ്ങനെ തിന്നത്തില്ല, എന്ന് വെച്ചാൽ പച്ചയ്ക്ക് തന്നാൽ ഞാൻ തിന്നും, വേവിച്ച് തന്നാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണത്. പക്ഷേ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് വറുത്തെടുത്ത് അങ്ങനെ എന്തോ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതിനുശേഷം മുട്ട പുഴുങ്ങിയതും കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇഷ്ടപ്പെട്ടത്. എങ്ങനെയൊക്കെയോ ഞാനതൊക്കെ തിന്ന് തീർത്തു. എങ്ങനെയൊക്കെയോ അല്ല, ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരറ്റിനെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒട്ടും ഞാൻ തിന്നാത്തൊരു സാധനമാണത്. പിന്നെ ചിലപ്പോൾ കാണുമ്പോൾ വരെ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നും, എന്ന് വെച്ചാൽ വേവിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നു, അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും TVയുടെ മുമ്പിലിരുന്നാണ് കഴിക്കുക. TV വെക്കാത്ത ദിവസങ്ങളിലായിരിക്കും ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും TVയുടെ മുമ്പിലിരുന്നാണ് കഴിക്കുക. പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടേ അങ്ങനെയാണ്. അങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക്, അപ്പോൾ ഇത് ഞാനൊന്ന് മേക്ക് ഓവർ കൊടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഇതിന് ഇങ്ങനത്തെ ഒരു മേക്ക് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഷോർട്സ് പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അപ്പായെ വിട്ട് മേടിപ്പിച്ചിട്ടാണ് കേട്ടോ. പുതിയ ബുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടിട്ട് എനിക്കൊരു ജേർണൽ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ മറക്കണ്ട. പിന്നെ ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ഇൻട്രോ പേജും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. കാരണം അത് അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. അതിപ്പോൾ ഇല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. അന്നൊരു വീഡിയോ ഇട്ട സമയത്തും ചില ഒരു പൊസിഷനിൽ കണ്ടോ, ചില പൊസിഷനിൽ ഇരിക്കുമ്പോൾ നല്ല ലൈറ്റിങ്ങും അതേപോലെ നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട് മുഖത്തും കൈക്കും ഒക്കെ. ഇപ്പോഴില്ല, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലയിടത്തോട്ട് മാറുമ്പം അതൊരു ഡള്ളായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ഇരിക്കാം.
ഓക്കെ, നമ്മുടെ പ്ലാനർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലാനറിൻ്റെ ഒരു കവർ പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേക്ക് ഓവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ മനസ്സിൽ മേക്ക് ഓവർ എന്ന് പറയുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് കടിൽ ക്ലൗഡിൽ ആര്യ ചേച്ചിയുടെ ഒരു ജേണൽ ബുക്ക് ഉണ്ടല്ലോ, അത് ആ ചേച്ചി മേക്ക് ഓവർ ചെയ്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. അതേപോലെ എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ചേച്ചി ഇങ്ങനെ ഫാബ്രിക്കൊക്കെ വെച്ചിട്ട് തുണിയൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ എന്തെങ്കിലും ഫാബ്രിക്കൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോൾ ഫാബ്രിക്കും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത്രയും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വരണമെന്നുമില്ല. പക്ഷേങ്കിലും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ജേണൽ ചെയ്യുന്ന പോലെ ഉണ്ട് എനിക്ക് കാണുമ്പോൾ. സംഭവം എന്താ വെച്ചില്ലെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈ സെറ്റിലുള്ള ജേണൽ സെറ്റിലുള്ള വാഷി ടേപ്പൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ജേണൽ ചെയ്യുന്ന പോലെയാണ് എനിക്കിത് തോന്നിയത്. പിന്നെ ഞാനിത് ഫസ്റ്റ് വൈറ്റ് പേപ്പറും കൊണ്ട് കവർ ചെയ്തു. അത് A4 സൈസ് പേപ്പറായിരുന്നു ഇവിടെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്യാൻ ഒറ്റ പേപ്പർ മാത്രം പോരല്ലോ. അപ്പോൾ ഇങ്ങനെ മുറിച്ച് വരുമ്പോഴത്തേക്കും ചിലയിടത്തൊക്കെ ഇങ്ങനെ എടുത്തറിയാൻ പറ്റും 2 പേപ്പറൊക്കെ ഒട്ടിച്ചേക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് അത് നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. കുറച്ച് ലൈൻസ് പോലത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വാഷി ടേപ്പ് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എഴുത്ത് വലിയ രീതിക്ക് കുളവായിട്ടില്ല. സാധാരണ ഞാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് എഴുത്താണ് കുളവാക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എഴുത്ത് കുളവായില്ല, ബാക്കിയെല്ലാം കുളവായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ ഇതായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ നോർമൽ ഷോർട്ടും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാനറിനെ പറ്റിയിട്ട്. അത് വരയ്ക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ത്രൂ പോലെയോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഈ ഒരു കവർ പേജ് മാത്രം വെച്ച് പോസ്റ്റ് ചെയ്യും, ചിലപ്പം എല്ലാം കൂടെ വെച്ചൊരു ഫ്ലിപ്പ് ത്രൂ പോസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ കാര്യമില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് തീരും എപ്പോൾ ചെയ്ത് തീരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാൻ ജൂലൈയിലെ പ്ലാനറാണ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. ജൂലൈയുടെ പകുതിയല്ല, അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാമല്ലോ. ജൂലൈ കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയുന്നു. പക്ഷേ ഞാൻ എത്രത്തോളം അതനുസരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ പ്ലാനറിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത്. പിന്നെ ഞാനിപ്പോൾ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കാം ഈവനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതിൽ ചായ ഇടാൻ പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അത്രയും കൂടെ എസ്തെറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എങ്കിലും മറ്റുള്ള വീഡിയോസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എസ്തെറ്റിക് ആണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പേരുന്നാളൊക്കെ വേണമെങ്കിൽ എഴുതാം. അതില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിലൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ ആ ഒരു BTSൻ്റെ ബുക്ക് കാണിച്ച പോലെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഫോട്ടോസ് ഉണ്ടോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അത് വെച്ച് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ഇൻട്രോ പേജൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ, മന്തിൻ്റെ പേര്, കലണ്ടർ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഒരു പഴയ ബുക്ക് തപ്പി നോക്കി, എനിക്ക് പഴയത് ഒന്നും കിട്ടിയില്ല. കിട്ടിയതിനകത്താണെങ്കിൽ കുറേ പേജസിൽ വരച്ചിട്ടും എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു പുതിയ ബുക്കിൽ തുടങ്ങാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ അടുത്ത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തായാലും അതങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിനകത്ത് എഴുതി അങ്ങോട്ട് പ്ലാനിങ് ചെയ്ത് തുടങ്ങാൻ ഉള്ള ഒരു ധൃതിയുണ്ട്. അതെന്ന് നടക്കുമെന്ന് എനിക്കും അറിയത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ പ്ലാനർ കാണിക്കാൻ വന്നിട്ട് 4 മിനിറ്റായി. ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലിപ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ആ ഒരു ചെയ്ത ഫസ്റ്റ് പേജ്. എനിക്ക് മറ്റേതാണ് കേട്ടോ, കവർ പേജാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ വീണ്ടും പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് ഞാൻ പോയി കുളിച്ചു. രാവിലെയും വൈകിട്ടും ഞാൻ തല കുളിച്ചു ഇത് കഴിഞ്ഞ ദിവസം. പിന്നെ ഞാൻ കുറച്ച് പഠിക്കാനുള്ളതും വരയ്ക്കാനുള്ളതും ഒക്കെ രാത്രി ആയപ്പോഴെന്ന് എഴുതി. ഞാനൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാം ഈവനിങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതിൽ ജസ്റ്റ് ചായ ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ലോങ് വീഡിയോയിൽ തന്നെ ഏതോ ഒരു ക്ലിപ്പിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലേശം ഓർമ്മ കൂടുതലായതുകൊണ്ടത് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതിൽ വലിയ എസ്തെറ്റിക് ഒന്നും അല്ലെങ്കിലും ഞാൻ സാധാരണ എടുക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി എസ്തെറ്റിക് ആയിട്ട് ഈ സെൻറ്റൻസൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിൽ 310 അത്ര വ്യൂസൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക്
ഇത്രയും വ്യൂസൊക്കെ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. യാ, താങ്ക് യു ഓൾ. പിന്നെ ഞാൻ ആ ഒരു പ്ലാനറിൻ്റെ ജസ്റ്റ് ഒരു കവർ പേജ് ചെയ്തതും പിന്നെ അതിൻ്റെ ഫ്രണ്ട് പേജ് ചെയ്തതായിട്ടുള്ള ഒരു പോസ്റ്റല്ല ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ആ ഒരു ഈവനിങ് അതിൻ്റെ വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം രാത്രിയായി. ഓക്കെ, ഞാൻ എഴുതാനും ഒക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതുകയാണ്. പഠിക്കാനുള്ളത് നേരത്തെ പഠിച്ചായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് എഴുതാനും കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കഴിയും. ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്ന ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇത്രയും വലിയ ഇൻട്രോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഇതുവരെ ഞാൻ അത് പറയാൻ മറന്നുപോയി. ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോഴാണ് ഓർത്തത്. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഈ ഒരു ഇടയ്ക്കൊരു കട്ട് വന്നു. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡേ ഇത് ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അത്രേ പറയുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടി വിയിൽ സ്റ്റാർ സിംഗർ ഉണ്ട്. അപ്പോൾ ഞാൻ അത് പാട്ടൊക്കെ കേട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ എഴുതാനുണ്ട്. അപ്പോൾ അതോടെ ഞാൻ വേഗം പോയി എഴുതി തീർക്കട്ടെ. ഓക്കെ, അതിന് ശേഷം കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതുന്നത് ടൈം ലാപ്സിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് ഞാൻ ഈ എഴുതാനും വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓർത്തത്. അപ്പോൾ ടി വി ഒക്കെ കണ്ടിരുന്ന അതും എഴുതി തീർത്തു. പിന്നെ പഠിക്കാനത് നേരത്തെ ഒരു സന്ധ്യ ആയപ്പോഴൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും തീർത്തു. എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും രാത്രി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ട ഉണ്ടായിരുന്നു. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഇട്ട് പൊരിക്കത്തില്ലേ, അതേപോലെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ഇട്ട ചോറ് മൊത്തം ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് ചമ്മന്തിയും അച്ചാറും മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ കഴിച്ചു. പിന്നെ രാത്രി അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിച്ചു. ആ സമയം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ടി വി വെക്കാൻ സമ്മതിക്കാത്ത സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്കുന്നത്. അല്ലാതെ ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ ഇവിടെയൊക്കെ ടി വി കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ കുറച്ച് കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ടി വിയൊക്കെ കണ്ടിരുന്ന് ചിരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെന്തിനാണ് ഞാൻ എന്നെ കണ്ട് തന്നെ ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ കുറേ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്നു. പിന്നെ എൻ്റെ രണ്ട് സൈഡിലും മുടി ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു, ലെയർ കട്ടായതുകൊണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഊതി കളിച്ചിരുന്നു. പിന്നെ ഞാൻ ടൈം ടേബിളൊക്കെ എടുത്തു വെച്ചു. ഇതൊക്കെ എടുക്കുമ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങി. അതാണിപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇന്നലത്തെ ദിവസമാണ് ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. ഇനി അടുത്ത ദിവസത്തിൽ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന ഒരു ഈവനിങ് ആണ് കേട്ടോ ഇപ്പോൾ. അപ്പം ഞാൻ ഈ ഒരു ലാസ്റ്റ് ക്ലിപ്പ് ഇന്നത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ കുറേ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കിടന്നുറങ്ങി. പിന്നെ ഇന്ന് രാവിലെ എണീച്ച് പതിപോലെ സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നിരിപ്പുണ്ട്. ഞാൻ അധികം നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നില്ല. സോ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിക്കാം. നല്ല അവധി ദിവസങ്ങളൊക്കെ കിട്ടുമ്പം ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കം ഷമിത. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.